നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ക്രിസ്മസ് എക്സാമാണ്. +2 എല്ലാ സബ്ജക്റ്റുകളും നന്നായിട്ട് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് മോഡൽ എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ട് ഇൻറ്റേർണൽ മാർക്ക് മേടിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാ ചാപ്റ്ററും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ നിങ്ങൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ച് അത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. അത് എല്ലാ വിഷയങ്ങളും നമ്മൾ തരുന്നതായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ് എല്ലാം നിങ്ങൾ അത് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാം. അതിനകത്ത് നിങ്ങളുടെ സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സും എല്ലാം പഠിച്ചുകൊണ്ട് പോയത് അങ്ങനെ തന്നെ. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് കാണുക, കൃത്യമായിട്ട് പഠിക്കുക. ഒരു ദിവസം 5-6 ക്വസ്റ്റ്യൻ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസേഴ്സും മാഷിട്ട് തരുന്നതായിരിക്കും. നിങ്ങൾ ആൻസേഴ്സ് വേണ്ടവർ അതിന് ഉറപ്പായിട്ട് ആൻസേഴ്സ് വേണം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലാബിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഫുൾ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അതും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അന്നേരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക്, സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അന്നേരം 30 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ക്രിസ്മസ് പരീക്ഷയുടെ 30 ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അത് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് പോകുക. ഒരിക്കലും ഇനി നല്ല ഒരു ചോദ്യം ചോദിക്കത്തില്ലെന്നുള്ള ഉറപ്പ് 100% ഉറപ്പോടുകൂടി വരും. നമ്മൾ അധ്യാപകനാണ്, അതുകൊണ്ട് കൃത്യമായിട്ടും സ്റ്റഡി ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസാണ്. എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പലരും ചോദിക്കാറുണ്ട്, ആദ്യത്തെ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആദ്യത്തെ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് അതല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ 82 മാർക്കിൽ നിന്ന് 60 മാർക്ക് കിട്ടിയാൽ മതി. അന്നേരം നമുക്ക് അതെല്ലാം നമുക്ക് സെക്കൻഡ് ഇയറിലെ ടോപ്പിക്, സെക്കൻഡ് ടൈമിലെ ടോപ്പിക്ക് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, ആദ്യത്തെ ഞാൻ ഓരോ ടോപ്പിക്കും പറഞ്ഞു തരുന്നതിനോടൊപ്പം അത് ഏത് ചാപ്റ്ററിനാണെന്ന് പറയാം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറയുന്നത് നമ്മുടെ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അതിനകത്ത് പ്രൂവ് ചെയ്യേണ്ടത് n = sin a + d/2 sin a/2 ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ, ഇത് വേവ് ഒപ്റ്റിക്സിനകത്തെ ടോപ്പിക്കാണ്. അതിനോടൊപ്പം നിങ്ങൾ വേവ് ഫ്രണ്ട് എന്താണെന്ന് പഠിക്കുക. വേവ് ഫ്രണ്ട് പഠിക്കുക. പ്രൂഫ് ഓഫ് സ്നെൽസ് ലോ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. പ്രൂഫ് ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വേവ് ഒപ്റ്റിക്സിനകത്തൊന്ന് നിർബന്ധമായിട്ട് ചോദിക്കണമെന്നാണ്. ചോദിക്കും, നന്നായിട്ട് ക്വസ്റ്റ്യൻ ഇടുന്ന അധ്യാപകരാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും. ഒരു ഹൈജീൻസ് പ്രിൻസിപ്പിൾ പഠിക്കുക, അതിൻ്റെ സ്നെൽസ് ലോ ഉപയോഗിച്ച് ഹൈജീൻസ് പ്രിൻസിപ്പിൾ പറയുക. അത് സ്നെൽസ് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. അടുത്തത് ഡിഫൈൻ ഇംപിഡൻസ്. ഇംപിഡൻസ് എന്താണെന്നും ഇംപിഡൻസ് ട്രയാങ്കിൾ എന്താണെന്നും അതിൻ്റെ ഡെറിവേഷനും പഠിക്കുക. ഇംപിഡൻസിൻ്റെ അത് ഇതിനകത്തെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC-ക്കകത്തെയാണ്. ഡെറൈവ് പവർ ഫാക്ടർ, അന്നേരം നിങ്ങൾ പവർ ഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നതും പഠിക്കണം. ഡിഫൈൻ പവർ ഫാക്ടറും പഠിക്കണം. പവർ ഫാക്ടർ ഡെറൈവ് ചെയ്യുന്നതും പഠിക്കണം. അതൊരു 3 മാർക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അന്നേരം ആദ്യത്തെ 4 ക്വസ്റ്റ്യനായി. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. നിങ്ങളവിടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഗോസസ് തിയറം അല്ലാതെ നമുക്കുണ്ട്. സ്റ്റേറ്റ് ഗോസസ് തിയറം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്തെ ഗോസസ് തിയറം, ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്തെ ഗോസസ് തിയറം എഴുതിയാൽ മതി. എന്നാൽ സ്റ്റേറ്റ് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ തിയറം ഒറ്റ വരിയേ ഉള്ളൂ. എന്നിട്ട് ക്ലോസ് ഇൻഡൽ B.ds = 0 എന്നുള്ളത് എഴുതുക, ഇക്വേഷൻ. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള AC-ക്കകത്തൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമറിൻ്റെ ലോസ്, കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, ഹിസ്റ്റീരീസ് ലോസ്, ഇതെല്ലാം മിനിമൈസ് ചെയ്യുന്ന രീതി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിനിമൈസ് ചെയ്യുന്ന രീതി, ഈ ലോസുകളൊക്കെ മിനിമൈസ് ചെയ്യുന്ന രീതികൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഉറപ്പായിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ RMI, VUX, ഗാമ നിങ്ങൾക്ക് പെട്ടെന്ന് ഷോർട്ടായിട്ട് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ നോട്ട്സിനകത്ത് വീഡിയോ ഫുള്ള് ക്ലാസ് എടുക്കുന്നതിനകത്ത് വരും. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്. ഇത് കറക്റ്റ് വേവ്ലെങ്തിൻ്റെയും ഫ്രീക്വൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇത് ഓർത്തിരിക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂസസും പ്രൊഡക്ഷനും ഓർത്തിരിക്കുക. അതാണ് ആ ക്വസ്റ്റ്യൻ. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ, മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഏതാണ്? മറ്റേ VS/VP = NS/NP. വോൾട്ടേജിൻ്റെ സെക്കൻഡറിയുടെ വോൾട്ടേജ് തരുന്നു, അല്ലെങ്കിൽ പ്രൈമറിയുടെ വോൾട്ടേജ് തരുന്നു, നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയുടെ തരുന്നു, നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയുടെ തരുന്നു. അത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നല്ല ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ
മാഗ്നറ്റിസത്തിനകത്ത് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതിൻ്റെ എല്ലാം എക്സാമ്പിൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ്. ഓക്കെ, അന്നേരം 9 ക്വസ്റ്റ്യനായി. ഓരോന്നും വളരെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഇത് പബ്ലിക് എക്സാമിനോട് വേണ്ടി നിങ്ങൾ പഠിക്കുക, അന്നേരം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 10ാമത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ് ഫാരഡേയ്സ് ലോ, ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്താണ് ഫാരഡേയ്സ് ലോ, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇത്രയും ടോപ്പിക്കുകൾ നോക്കുക. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററിനകത്താണ്. LCR സർക്യൂട്ട്, വെരി ഇമ്പോർട്ടൻ്റ് എസ്സേ ഇൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതായത് AC-ക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. പടം വരച്ച് കൃത്യമായിട്ട് ഫേസർ ഡയഗ്രം എല്ലാം വരച്ചിട്ടത് ഡിറൈവ് ചെയ്യുക. റിലേഷൻ ബിറ്റ്വീൻ UVR, റേ ഒപ്റ്റിക്സിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എസ്സേ. അതിനകത്ത് രണ്ടിനകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെയും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും. പിന്നെ ഇമേജ് കിട്ടുന്ന എവിടെയാണ്, ഒബ്ജക്റ്റ് വെക്കുന്ന ഏതിനും ഇടയിലാണ്, ഇമേജ് വെക്കുന്ന ഏതിനും ഇടയിലാണ്, നേച്ചർ ഓഫ് ദി ഇമേജ്, പിന്നെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ, യൂസസ്, ലിമിറ്റേഷൻസ് എല്ലാം അതിനകത്ത് പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് എഴുതിയാലേ അതിന് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഡയഗ്രാം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/v - 1/u = 1/f എന്ന് പറയുന്ന ലെൻസ് മേക്കേഴ്സ് ഫോർമുല 5 മാർക്കിൻ്റെ എസ്സേ ആണ്. പിന്നെ 14 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് തന്നെ, അതായത് റേ ഒപ്റ്റിക്സിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പവർ ഓഫ് എ ലെൻസ് മാഗ്നിഫിക്കേഷൻ. പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. P = 1/f. മാഗ്നിഫിക്കേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആകുന്ന എപ്പോഴാണ്, നെഗറ്റീവ് ആകുന്ന എപ്പോഴാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പവർ ഓഫ് എ ലെൻസും പോസിറ്റീവ് ആകുന്നത് നെഗറ്റീവ് ആകുന്നത് എവിടെ നോക്കുക. പിന്നെ ഇൻറഫറൻസ് ഏതാണ്, നമ്മുടെ വേവ് ഒപ്റ്റിക്സിനകത്തെയാണ്. ഇൻറഫറൻസ്, കണ്ടീഷൻസ് ഫോർ ഗുഡ് ഇൻറഫറൻസ് പാറ്റേൺ ഓൺ എ സ്ക്രീൻ. നല്ല ഇൻറഫറൻസ് പാറ്റേൺ സ്ക്രീനിൽ കിട്ടാനുള്ള 3 കണ്ടീഷൻസ് ഉണ്ട്. കൊഹറൻറ്റ് സോഴ്സ് എന്താണ്, സെയിം ആംപ്ലിറ്റ്യൂഡും സെയിം വേവ് ലെങ്തും സെയിം ഫേസും വരുവാണെങ്കിൽ ആ സോഴ്സിനെ കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറയാം. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ സസെപ്റ്റിബിലിറ്റി, പെർമിബിലിറ്റി, മാഗ്നറ്റൈസിങ് ഫീൽഡ്. തെറ്റിപ്പോകരുത്, അത് കൃത്യമായിട്ട് എഴുതുക. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് പ്രോപ്പർട്ടീസ്, അതും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഇത് രണ്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണ്, പിന്നെ അതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് എങ്കിലും മിനിമം പഠിച്ചിരിക്കുക. ഇനി AC-ക്കകത്തെ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ലാസ്റ്റ് വേണമെങ്കിൽ അത് പറയാം. AC ജനറേറ്ററിൻ്റെ പടം വരയ്ക്കണം. വർക്കിംഗ് പ്രിൻസിപ്പിൾ, പിന്നെ അതിൻ്റെ ഡെറിവേഷൻ ഉദ്ദേശിക്കുന്നതാണ് E = E0 sin ωt വെച്ചുള്ള 5 കേസുകൾ. θ = 0, θ = 90 ഡിഗ്രി, θ = 180, θ = 270, θ = 360. അങ്ങനെ 5 ഡിഗ്രി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഡെറിവേഷൻ. അല്ലാതെ ഡെറിവേഷൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഇതല്ല. നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ആദ്യം E0 sin ωt കേട്ടോ. 2 തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, 2 തിൻ ലെൻസ് കണ്ടു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോക്കൽ ലെങ്തും പവർ ഓഫ് എ ലെൻസും കണ്ടുപിടിക്കണം. അതാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. U = ½ CV². പക്ഷേ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറിൻ്റെ ½ LI02 ഇത് ഡിറൈവ് ചെയ്യണം. അത് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാ. പിന്നെ വാട്ട്ലെസ് കറണ്ട്, ചെറിയ AC-ക്കകത്ത് ടോപ്പിക്കാണ്. റെസണൻസ്, ചോക്കോയിൽ, ഇതെല്ലാം റെസണൻസിൻ്റെയൊക്കെ ഗ്രാഫും ഒക്കെ ഇമ്പോർട്ടൻ്റാണ്. ഇതെല്ലാം AC-ക്കകത്ത് ഷോർട്ട് ക്വസ്റ്റ്യനാണ്. പ്രോബ്ലംസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. പ്രോബ്ലംസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് പലരും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. EZ = E0 sin KZ - ωt, അല്ലെങ്കിൽ BY = B0 sin KZ - ωt. നമ്മുടെ നോട്ടിനകത്തും എല്ലാം ഉണ്ട്. കൃത്യമായിട്ടത് നോക്കി പഠിക്കുക. പ്രോബ്ലംസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കുവാണെങ്കിൽ 4 മാർക്കിന് 5 മാർക്കിനുമാണ്. നോക്കിക്കൊണ്ട് പോയില്ലേ നമുക്ക് എഴുതാനും പറ്റത്തില്ല എന്നുള്ളതാണ്. അടുത്ത റേ ഒപ്റ്റിക്സിനകത്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ക്രിറ്റിക്കൽ ആംഗിൾ. സിലബസ് ഇല്ല എങ്കിൽ പോലും അങ്ങ് പഠിച്ചോളുക. സിലബസിൽ ഭയങ്കര എടുത്തു പറയണമെന്നില്ല, ഡിലീറ്റ് ടോപ്പിക്കും അല്ല. ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ, അതാണ് TIR. അതിൻ്റെ ആപ്ലിക്കേഷനാണ് മിറാഷ്, ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ, പ്രിസം ബൈനോക്കുലർ, ബൈസൈക്കിൾ റിഫ്ലക്ടർ, എല്ലാം അതിൻ്റെ ആപ്ലിക്കേഷനാണ്. 25th ഇക്വേഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് ആണ്.
അത് നിങ്ങൾ ഡിറൈവ് ചെയ്ത് പഠിക്കണ്ട, അതിൻ്റെ ഇക്വേഷൻ മാത്രം മതി. ബീറ്റ ഈസിക്കൽ ടു ഡി ലാംഡ ബൈ ഡി. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാം, ഇത് വെച്ചുള്ള ആപ്ലിക്കേഷൻ ചോദിക്കാം. ബീറ്റ എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് ആണ്. ഡി എന്ന് പറഞ്ഞാൽ സ്ലിറ്റിനും സ്ക്രീനിനും ഇടയിലുള്ള, ഇത് രണ്ട് സ്ലിറ്റും ഇത് സ്ക്രീനും ആണെങ്കിൽ സ്ലിറ്റിനും സ്ക്രീനിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. രണ്ട് സ്ലിറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്സ്. അതായത് ഇതിനൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ഡി, ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ, ബീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d. ഓക്കെ, ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡഫറൻസ് ബാൻഡ് ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ്. ഇൻഡഫറൻസ് ബാൻഡും ഡിഫ്രാക്ഷൻ ബാൻഡും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അത് വേവ് ഒപ്റ്റിക്സിനകത്തെയാണ്. ലോ ഓഫ്, ഇത് നിങ്ങൾക്ക് എങ്ങനെ വായിക്കാം? മാലൂസ് എന്ന് സ്നേഹം കൊണ്ട് വായിക്കാം, മാലസ് എന്ന് വായിക്കാം. ബ്രൂസ്റ്റേഴ്സ് ലോ, രണ്ട് ലോയും പഠിക്കുക. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പും എസ് ആണ്, അതും പടം വരച്ച് വ്യക്തമായിട്ട് പഠിക്കണം. മോഷണൽ EMF എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക്സിനകത്തെ ടോപ്പിക്കാണ്. മോഷണൽ EMF അതും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആരും ശ്രദ്ധിക്കത്തില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കാണ്. അതുപോലെ AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി, ഈ മൂന്നെണ്ണം. റെസിസ്റ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി, ഈ 3 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. ഇത്രയും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഒരു ടെൻഷനും വേണ്ട എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. 30 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോകും. എന്നിട്ട് നിങ്ങൾ പോയി പരീക്ഷ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് അറിയാം. അതിനകത്ത് സംശയം വേണ്ട, അതിനകത്ത് നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അന്നേരം മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. ക്രിസ്മസ് പരീക്ഷയല്ലേ, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം, പബ്ലിക് എക്സാം അടുത്ത് വരുമല്ലേ. അല്ല, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചാലേ നമുക്ക് ഇന്ത്യൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി ചറവറാ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാം ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. ഷോർട്ട് വീഡിയോസ് 5 മിനിറ്റ് താഴെ 3 മിനിറ്റ് താഴേക്കുള്ള വീഡിയോസ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന, ഫുൾ മാർക്ക് കിട്ടുന്ന ഒരുപാട് വീഡിയോസ് വരും എല്ലാ സബ്ജക്റ്റിൻ്റെയും. അന്നേരം മാർക്സ് നിർത്തുന്നു. നന്നായിട്ട് പഠിക്കുക. +2 ഫിസിക്സ് അടിപൊളി മാർക്ക് മേടിക്കുക. ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. നെവർ എവർ give up.